ഞാൻ കൊച്ചിയിലാണ്, സാറ് ബാംഗ്ലൂരിലുണ്ട്. വീണ്ടും സാറുമായിട്ട് സംസാരിക്കാൻ അവസരം വന്നതിൽ സന്തോഷം. സ്വാഗതം. അങ്ങയുടെ ആ, ചടുലവും കൃത്യവുമായ വർത്തമാനങ്ങൾ പല വിഷയങ്ങളിലേക്കും കടന്നു പോകാൻ ധാരാളം സ്പേസ് താങ്കളുടെ ഓരോ ടോക്കിലും അങ്ങ് തരാറുണ്ട്. ഇന്ന് ഞാൻ സാറിനോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ദേശീയ തലത്തിൽ തന്നെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട്, വേണമെങ്കിൽ ഒന്ന് രണ്ട് ആഴ്ചകളായിട്ട് നമ്മൾ നേരിടുന്ന ഒരു വലിയ കോലാഹലം നീറ്റ് പരീക്ഷയെക്കുറിച്ചാണ്. നീറ്റ് പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ പേപ്പർ ചോർന്നു എന്ന ആരോപണം, എന്നിട്ട് പരീക്ഷ പലയിടത്തും വൈകി തുടങ്ങി എന്ന ആരോപണം, അതിന്റെ പേരിൽ ഗ്രേസ് മാർക്ക് കൊടുത്തതിനെ കുറിച്ചുള്ള ആക്ഷേപങ്ങൾ, പിന്നീട് റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ആദ്യത്തെ 67 പേർക്ക് ഒരേ റാങ്ക് വന്നതിനെ കുറിച്ചുള്ള ആക്ഷേപങ്ങൾ, പിന്നീട് അത് വലിയ തോതിൽ നിയമത്തിന് മുമ്പിൽ വരികയും അത് റദ്ദ് ചെയ്യുകയും ദേശീയ ഏജൻസി വലിയ തോതിൽ വിചാരണ ചെയ്യപ്പെടുകയും ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിൽ കക്ഷി ചേരുകയും സാമ്പത്തികവും ജാതീയവും സാമുദായികവുമായ ഒരുപാട് താല്പര്യങ്ങൾ, വിദ്യാഭ്യാസ മാഫിയയുടെ താല്പര്യങ്ങൾ, ജാതി സമുദായ സമവാക്യങ്ങളുടെ താല്പര്യങ്ങൾ ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു വല്ലാത്ത ഏജൻസിയാണ്. യഥാർത്ഥത്തിൽ ഈ പൊതുജനങ്ങൾ പത്രങ്ങളിൽ കാണുന്ന, മാധ്യമങ്ങളിൽ കാണുന്നതിനപ്പുറത്ത്, ഇതിന് ഇരയായ കുട്ടികളുടെ രക്ഷിതാക്കൾ പങ്കുവെക്കുന്ന ആശങ്കകൾക്ക് അപ്പുറത്ത് യഥാർത്ഥത്തിൽ സ്ക്രീന് പുറത്തിരുന്ന് പണിയെടുക്കുന്ന അല്ലെങ്കിൽ സജീവമായി ഈ വിഷയത്തിൽ ഇടപെടുന്ന താല്പര്യങ്ങൾ എന്തൊക്കെയാണ്? സാർ അത് നന്നായിട്ട് അറിയാവുന്ന, അത് പഠിച്ച അതിന്റെ എല്ലാ ആന്തരിക രഹസ്യങ്ങളും മനസ്സിലാക്കിയ ഒരാളെന്ന നിലയിൽ യഥാർത്ഥത്തിൽ എന്താണ് സാർ നീറ്റ് പരീക്ഷയുടെ ഇപ്പോഴത്തെ ഇഷ്യൂ? നീറ്റ് പരീക്ഷയുടെ ഇപ്പോഴത്തെ ഇഷ്യൂ എന്ന് പറയുന്നത്, ഒന്ന് ഇത് തുടങ്ങിയത് ശരിക്കും ഗ്രേസ് മാർക്ക് കൊടുത്തു. സമയം കിട്ടാത്തവർക്ക്, ക്വസ്റ്റ്യൻ പേപ്പറിൽ എറർ ഉണ്ടായിരുന്നുകൊണ്ട് സമയം കിട്ടാത്തവർക്കും ഉത്തരവ് എഴുതാൻ പറ്റാത്തവർക്കും ഗ്രേസ് മാർക്ക് കൊടുത്ത് ഏകദേശം 1600 പേരെ ലിസ്റ്റിൽ തിരികെ കയറ്റിയതിലാണ് ഈ കേസ് തുടങ്ങുന്നത്. പക്ഷെങ്കിൽ ഇത് അന്വേഷണം നടത്തി വന്നപ്പോഴാണ് മനസ്സിലായത് ഈ ഗ്രേസ് മാർക്ക് കൊടുക്കുകയും എല്ലാം ഒരു സ്കാം ആയിരുന്നു. അത് സുപ്രീം കോടതി അത് എടുത്തു കളഞ്ഞു, വീണ്ടും അവരോട് പരീക്ഷ എഴുതാൻ പറഞ്ഞു. അപ്പോഴാണ് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായ കാര്യം കണ്ടുപിടിക്കുന്നത്. അത് ഇപ്പം നമ്മുടെ പഴയ പിന്നാക്ക് കെട്ട ജയിലിൽ പോയ ലാലുവിന്റെ അനുയായികളെ കുറെ പേരെ എല്ലാം ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇന്നുമായിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ പിന്നാക്ക് കെട്ടവർക്ക് വിദ്യാഭ്യാസത്തോടൊക്കെ ഇത്രയേ കാണത്തുള്ളൂ. എന്താണെങ്കിലും ഇതിൻ്റെ അകത്ത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഒരു ലാപ്സ് വന്നിട്ടുണ്ട്. കാരണം ഈ ടെസ്റ്റിന് വേണ്ടത്ര സുരക്ഷിതത്വവും വേണ്ടത്ര സീക്രസിയും കൊടുക്കുന്നതിൽ, അതായത് നാഷണൽ ടെസ്റ്റുകൾക്ക് വേണ്ടത്ര സീക്രസിയും ഇതും കൊടുക്കുന്നതിൽ ഈ വർഷം 2024 NTA എന്ന് പറയുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ദയനീയമായിട്ട് പരാജയപ്പെട്ടു. അവര് അതിൻ്റെ അകത്ത് ഒരു തർക്കവും ഇല്ല. ഗവൺമെന്റ് അതുകൊണ്ടാണ് CBI അന്വേഷണം പ്രഖ്യാപിക്കുകയും ഇതിൻ്റെ അകത്തെ ആൾക്കാരെ തന്നെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കുട്ടികൾക്ക് പരിഹാരമാകത്തില്ല. അവർക്ക് ഇനി റീടെസ്റ്റ് നടത്തി ഇനി അല്ലെങ്കിൽ സുപ്രീം കോടതി അതിന് പറയുന്ന പരിഹാരം ചെയ്ത് വരുമ്പോഴത്തേനും ഒരു 3-4 മാസം പോകാനുള്ള ഒരു ചാൻസ് ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അതൊരു വലിയ തെറ്റാണ്, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. പക്ഷേ ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയ മുതലെടുപ്പ് അവിടം കൊണ്ട് നിൽക്കുന്നില്ല. എന്റെയൊക്കെ ചെറുപ്പത്തിൽ, അതായത് എനിക്കൊക്കെ ഒരു 10 വയസ്സുള്ളപ്പോഴാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ കേരളത്തിൽ വരുന്നത്. നേരത്തെ +2 മാർക്ക് അനുസരിച്ച്, അന്ന് പ്രീ ഡിഗ്രിയുടെ മാർക്ക് അനുസരിച്ചാണ് പ്രൊഫഷണൽ കോളേജ് പ്രവേശനം നടത്തിക്കൊണ്ടിരുന്നത്. എൻട്രൻസ് എന്ന് പറയാനുള്ളത് അന്ന് IIT-യുടെ ഒരു എൻട്രൻസ് G മാത്രമേ അന്നുള്ളൂ. ബാക്കി മെഡിക്കലിന് കോമൺ എൻട്രൻസ് ഇല്ല, IIT-ക്ക് മാത്രമേ ഒരു എൻട്രൻസ് ഉള്ളൂ. പിന്നെ കേരളത്തില് സ്റ്റേറ്റ് എൻട്രൻസ് വന്നു, പല സ്റ്റേറ്റുകളിലും സ്റ്റേറ്റ് എൻട്രൻസുകൾ വന്നു. അത് കഴിഞ്ഞ് ഡീംഡ് യൂണിവേഴ്സിറ്റികളും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയും വന്നപ്പോൾ അവരുടെ എൻട്രൻസുകൾ വന്നു. ഈ സ്റ്റേറ്റ് എൻട്രൻസുകളെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ മാനിപ്പുലേറ്റീവ് ആയിരുന്നു. അതിൻ്റെ അകത്ത് മൊത്തം ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്യുകയും ഇഷ്ടപ്പെട്ടവർക്ക് മാർക്ക് കൊടുക്കുകയും ചെയ്തു. അത് ഈ ഒരു കുട്ടി ഇപ്പൊ ഇന്ത്യയിൽ പല സ്ഥലത്തും പഠിക്കണമെന്നുണ്ടെങ്കിൽ 10-20 എൻട്രൻസ് എഴുതേണ്ട നില വന്നു. അപ്പൊ അങ്ങനെയാണ് 2013 UPA ഗവൺമെന്റ് ഗുലാം നബി ആസാദ് മന്ത്രിയായിട്ടിരുന്നപ്പം നീറ്റ് കൊണ്ടുവരുന്നത്. യഥാർത്ഥത്തിൽ നീറ്റ് കൊണ്ടുവരുന്നു. പക്ഷേ നീറ്റ് കോമൺ എൻട്രൻസ് ടെസ്റ്റ്, അത് നാഷണൽ എലിജിബിലിറ്റി ആൻഡ് എൻട്രൻസ് ടെസ്റ്റ്, അത് വന്നതോടുകൂടി അതിനെതിരെ വലിയൊരു അട്ടിമറി UPA ഘടകകക്ഷികളുടെ ഇടയിൽ, അതായത് ഇപ്പോഴത്തെ ഇന്ത്യ അലയൻസിന്റെ പാർട്ട്നേഴ്സിന്റെ ഇടയിൽ നടന്ന് അവർക്ക് തന്നെ അത് പിൻവലിക്കേണ്ടി വന്നു. കാരണം കോളേജ് മാനേജ്മെന്റുകൾ UPA നേതൃത്വത്തെയും കോൺഗ്രസിന്റെയും DMK-യുടെ മറ്റ് ഘടകകക്ഷികളുടെ നേതൃത്വത്തെ സ്വാധീനിച്ച് അവര് തന്നെ, അതായത് അവരുടെ കുഞ്ഞിനെ അവര് തന്നെ കൊന്നു തിന്നു. ഇതാണ് നീറ്റിന്റെ കാര്യത്തിൽ UPA-യുടെ ഭരണത്തിൽ സംഭവിച്ചത്. പക്ഷേ 2014 മോഡി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോഴേക്കും ആ വർഷത്തെ അഡ്മിഷൻ കഴിയാറായിരുന്നു. അവരനങ്ങിയില്ല. 2015 നീറ്റ് തിരിച്ചു വന്നു. ഈ നീറ്റ് തിരിച്ചു വന്നതോടെ 30 വർഷം സാമൂഹ്യനീതി വേണം,
ഡൊണേഷൻ ഒഴിവാക്കണം, മാനേജ്മെന്റ് അഡ്മിഷൻ നടത്താൻ പറ്റത്തില്ല, എല്ലാം മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കണം, മാനേജ്മെന്റിന്റെ അതായത് ഒരു കോളേജിന്റെ ഓണറുടെ മക്കൾ പോലും കാശ് കൊടുത്ത് അവിടെ വരാൻ പാടില്ല എന്നും പറഞ്ഞ് കേരളത്തിന്റെ KSRTC ബസിന്റെ ഒരു 30 to 40% ബസ് എറിഞ്ഞു തകർത്ത SFI, DMK, KSU, ഈ പറഞ്ഞ പിന്നെ മതസംഘടനകൾ, ഇവാഞ്ചലിസ്റ്റ്, ജിഹാദി അങ്ങനെയുള്ള മതസംഘടനകൾ, ഇവരെല്ലാം കൂടെ ഗവൺമെന്റിന്റെ നേരെ കുതിച്ചുചാടി. 30-40 വർഷം അവര് ആവശ്യപ്പെട്ടിരുന്നത് സാമൂഹ്യനീതി വേണം, സംവരണം വേണം, മെറിറ്റ് വേണം, പാവപ്പെട്ടവന് സീറ്റ് വേണം, ഇതെല്ലാം വേണം, എൻട്രൻസ് വേണമെന്നും പറഞ്ഞ് സമരം നടത്തി. കണ്ണി കണ്ട ആനവണ്ടി എല്ലാം എറിഞ്ഞു തകർത്തു. പക്ഷെ ഗവൺമെന്റ് ഇത് കൊണ്ടുവന്നപ്പം ഇവർ പറയുന്നു ഇത് വേണ്ട, വേണ്ടേ വേണ്ട, ഫാസിസമാണ്, എൻട്രൻസ് ഫാസിസമാണ്, പാവപ്പെട്ട പിള്ളേർക്ക് അഡ്മിഷൻ കിട്ടത്തില്ല, ഗ്രാമത്തിലുള്ളവർക്ക് കിട്ടത്തില്ല. അങ്ങനെ വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള വാദഗതികളുമായിട്ട് വന്നു. എൻട്രൻസ് കോച്ചിങ്ങിന് പോകാൻ പണമില്ല, സമയമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇതിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ നേരെ തിരിച്ചായിരുന്നു. ഗ്രാമങ്ങളിൽ നിന്നുള്ള പിള്ളേർ സ്കോർ ചെയ്തു, പാവപ്പെട്ട പിള്ളേർ സ്കോർ ചെയ്തു. അങ്ങനെ ഇത് വലിയ കുഴപ്പമില്ലാണ്ട് ഒരു 8 വർഷമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷെങ്കിൽ എങ്ങനെയോ ഈ 8 വർഷം കൊണ്ട് ഇതിന്റെ അകത്ത് തുറന്നു കയറാനുള്ള, ഈ എൻട്രൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അടിച്ചു മാറ്റാനും ഇത് അട്ടിമറിക്കാനുമുള്ള ഒരു സംവിധാനം UPA മാഫിയയ്ക്ക് ഉണ്ടായി. അവരത് കൃത്യമായിട്ട് ബീഹാർ കേന്ദ്രീകരിച്ച് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത് ക്വസ്റ്റ്യൻ ഡിലേ ഏതാണേലും ഗ്രേസ് മാർക്ക് കൊടുത്തതാണേലും. കാരണം ഇപ്പൊ NDA പോലുള്ള ഏജൻസികളിലെല്ലാം, അല്ലെങ്കിൽ UGCയോ NDAയോ അതുപോലത്തെ ഏജൻസികളിലെല്ലാം അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ ഇപ്പോഴത്തെ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തവരല്ല. രാജീവ് ഗാന്ധിയുടെ ഒക്കെ കാലത്ത്, നരസിംഹറാവുവിന്റെ ഒക്കെ കാലത്ത് അപ്പോയിന്റ്മെന്റ് കിട്ടിയ പല ഇന്ത്യ അലയൻസ് ഫാമിലിയിൽ നിന്നുള്ള ഒരു മൂത്താണ് ഇതിന്റെ നേതാക്കന്മാരായിട്ട് അതിന്റെ അവിടെ ഇരിക്കുന്നത്. അപ്പൊ ഏതോ ഇപ്പൊ ഒരു 30 ലക്ഷം വാങ്ങിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ഓരോ ഇതിനും. അപ്പൊ എന്താണെങ്കിലും ഇതിന്റെ അകത്ത് ഒരു അഴിമതി നടന്നിട്ടുണ്ട്, ഇതിന്റെ അകത്ത് ഒരു അക്രമം നടന്നിട്ടുണ്ട്. അത് കേന്ദ്ര ഗവൺമെന്റും സുപ്രീം കോടതിയുടെയും ഡയറക്റ്റ് മേൽനോട്ടത്തിൽ അത് ഏത് പാർട്ടിക്കാരനാണേലും അതിനുള്ള ശിക്ഷ കിട്ടും. ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ കാണാണ്ട് പോകേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ അറിയേണ്ടത്, നമ്മുടെ തൊട്ടടുത്ത സ്റ്റേറ്റ് തമിഴ്നാട്ടില് അവരുടെ DMKയുടെയും കോൺഗ്രസിന്റെയും ഒക്കെ പ്രകടന പത്രികയിൽ, ഇന്ത്യ അലയൻസിന്റെ പ്രകടന പത്രികയിൽ പറയുന്നത് നീറ്റ് നിരോധിക്കുമെന്നാണ്. എൻട്രൻസ് വേണ്ട, മാനേജ്മെന്റിന് ഇഷ്ടമുള്ളവർക്ക് അഡ്മിഷൻ നടത്താം. +2 മാർക്ക്, +2 തന്നെ രാജ്യത്ത് 22 ബോർഡുണ്ട്, അതിനെ യൂണിഫൈ ചെയ്യാനുള്ള മെത്തേഡ്സ് ഒന്നുമില്ല. അപ്പൊ അവർക്ക് ടെസ്റ്റ് വേണ്ട, +2 മാർക്ക് അനുസരിച്ച് കൊടുക്കാം, ബാക്കി സീറ്റ് മാനേജ്മെന്റ് എടുത്തോട്ടെ എന്നുള്ളതാണ്. അതായത് ഇപ്പം ഒരു സീറ്റിന് ഫ്രീ സീറ്റ് തുടങ്ങി ഏറ്റവും കൂടിയ സീറ്റിന് വരുന്നത് 25 ലക്ഷം രൂപയാണ് ഫീസ്. അത് ഫ്രീ സീറ്റ് ഉണ്ട്, 4 ലക്ഷത്തിന്റെ ഉണ്ട്, 10 ലക്ഷത്തിന്റെ ഉണ്ട്, 15ന്റെ ഉണ്ട്. NRI സീറ്റിന് ഏതാണ്ട് 25 ലക്ഷം രൂപ വരും. പക്ഷേ ഈ നീറ്റ് ഇല്ലെങ്കിൽ ഈ എല്ലാവരും ഈ ഹൈ ഫീസ് കൊടുക്കേണ്ടി വരും. ആർക്കും ഈ ഫ്രീ സീറ്റ് ഒന്നുമില്ല. മാത്രമല്ല അതിനൊരു യൂണിഫോം ആയിട്ടുള്ള ഒരു മെത്തേഡും ഇല്ല. കുട്ടികളെ എങ്ങനെ, എന്ത് അടിസ്ഥാനത്തിൽ അഡ്മിഷൻ നടത്തുമെന്ന് ആരും ഒന്നും പറയുന്നില്ല. ഒരു സ്റ്റേറ്റിൽ തന്നെ CBSE പഠിച്ചവനുണ്ട്, ICSE പഠിച്ചവനുണ്ട്, ബാക്കുലറേറ്റ് പഠിച്ചവരുണ്ട്, സ്റ്റേറ്റ് സിലബസ് പഠിച്ചവരുണ്ട്, സെൻട്രൽ സിലബസ് പഠിച്ചവരുണ്ട്. അപ്പൊ ഇതിനെ ഒന്നും അളക്കാൻ ഒരു യാർഡ് സ്റ്റിക്ക് ഇല്ല. അപ്പൊ നീറ്റ് ഒരു വൺ ഷോട്ട് സൊല്യൂഷൻ ആയിരുന്നു. ആണ്. ഒന്ന്, ഇറ്റ് എൻഷുവർ മെറിറ്റ്. 2, ഇറ്റ് എൻഷുവർ റിസർവേഷൻ. കൃത്യമായിട്ട് ഇവിടുത്തെ SC/ST OBC റിസർവേഷനും ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നാഷണൽ മെറിറ്റും ഉണ്ട്, സ്റ്റേറ്റ് മെറിറ്റും ഉണ്ട്. ഒരു സ്റ്റേറ്റിലുള്ള കുട്ടിക്ക് ഇന്ത്യയുടെ 27 സ്റ്റേറ്റിലും 15% സീറ്റ് ഉണ്ട്. അപ്പം ഇപ്പോ കേരളത്തിൽ ജനിച്ചു വളരുന്ന ഒരു കുട്ടിക്ക് AIMSലോ അല്ലെങ്കിൽ വേറൊരു ജിപ്മറിലോ വേറെ ഏതെങ്കിലും ഒക്കെയുള്ള നല്ല മെഡിക്കൽ കോളേജിലോ നല്ല സ്ഥലത്തോ പഠിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് പഠിക്കാം, അവർക്ക് ഇവിടെ ഒന്നും പഠിക്കാം. അപ്പൊ അതിനൊരു റെസിപ്രോസിറ്റി കോട്ടയുണ്ട്. ഇതെല്ലാം വളരെ കൃത്യമായിട്ടാണ് പൊക്കോണ്ടിരുന്നത്. ഇതിന്റെ അകത്ത് തുറന്നു കയറി ഇതിനെ നാണം കെടുത്താനോ നശിപ്പിക്കാനോ രാജ്യത്തെ അട്ടിമറിക്കാനോ ചെയ്ത ഒരു ശ്രമമാണ്. ഒരിക്കലും ഒരു പ്രതിപക്ഷം ചെയ്യാൻ പാടില്ലാത്തതാണ്. ഒരു സെക്കൻഡ്, ഇത് സത്യത്തിൽ ഇപ്പോ ഈ കാലിത്തീറ്റ കുംഭകോണം പോലുള്ള കുംഭകോണങ്ങളൊക്കെ ബീഹാറിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് സാറ് പറഞ്ഞ പോലെ. പക്ഷെ ഇത്ര വലിയ ഒരു ഉന്നത വിദ്യാഭ്യാസത്തിലെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തുക ഉൾപ്പെടെയുള്ള വലിയ അഴിമതി ബീഹാർ കേന്ദ്രീകരിച്ച് നടന്നു എന്ന് പറഞ്ഞാൽ അത് ബീഹാറികൾ തന്നെ ചെയ്തതാവോ, അതോ അതല്ല ഒരു നാഷണൽ ലോബി ബീഹാർ കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്താവോ? സാർ രണ്ടാമത് പറഞ്ഞാണ് ശരി. ഒരു നാഷണൽ ലോബി ബീഹാർ കേന്ദ്രീകരിച്ച് തന്നെ ചെയ്തിരിക്കുന്നതായിട്ടാണ് ഇപ്പൊ വരുന്ന തെളിവുകളും അറസ്റ്റുകളും എല്ലാം സൂചിപ്പിക്കുന്നത്. കാരണം ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. UPA ഗവൺമെന്റ് 2004 അർജുൻ സിംഗും സോണിയാഗാന്ധി, മൻമോഹൻ സിംഗ് ടീം എല്ലാം കൂടി അധികാരത്തിൽ വന്നപ്പോൾ ഏകദേശം 6000 സ്കോളർഷിപ്പ് ഫോറിനിലുള്ള ആൾക്കാർക്ക് ഇന്ത്യയിൽ വന്ന് പഠിക്കാൻ, അത് 10 ലക്ഷം രൂപ തുടങ്ങി 3 കോടി രൂപ വരെയുള്ള സ്കോളർഷിപ്പുകൾ അങ്ങ് അനൗൺസ് ചെയ്തു. അതായത് ഇവിടെ
ഒരു വർഷം 1,00,000 പേരൻസും പിള്ളേരുമാണ് ഫീസ് അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ ആത്മഹത്യ ചെയ്യുന്നത് ഇന്ത്യയിൽ. അപ്പൊ ഇവരുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ യെസ്. വേണ്ടി, UPയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇത് 6,000 പേർക്ക് സ്കോളർഷിപ്പ്, എഡ്സിൽ, ഐക്കാർ എന്നുള്ള രണ്ട് വിദേശകാര്യ വകുപ്പിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും കെയർ ഓഫില് 2-3 സംഘടനയായിട്ട് സ്കോളർഷിപ്പ് കൊടുക്കുന്നു. അപ്പൊ ഈ സ്കോളർഷിപ്പ് ഇവർ എന്താ ചെയ്തുകൊണ്ടിരുന്നാലും ഫോറിനില് കൺസൾട്ടൻസി വഴി ഈ സ്കോളർഷിപ്പ് 10 വർഷം അങ്ങ് വിറ്റു. 10 വർഷം വിറ്റു. എന്നിട്ട് കോളേജുകാരോട് പറയും, ഒരു കാര്യം ചെയ്യുക, പിള്ളേർ വന്നിട്ടുണ്ട്, പിള്ളേരുടെ ഫീസ് നിങ്ങളുടെ അക്കൗണ്ടിൽ വരും, ഇത്ര പിള്ളേരെ തരാമെന്ന് പറഞ്ഞ് കോളേജ് മാനേജ്മെന്റിന്റെ നിന്നും പൈസ വാങ്ങിച്ചു. എന്ന് വെച്ചാൽ ഒരു സ്കോളർഷിപ്പ് വെച്ച് പേരൻസിനോടും അഴിമതി കാണിച്ചു, കോളേജ് മാനേജ്മെന്റിനോടും അഴിമതി കാണിച്ചു. അത് BJP ഭരണത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അത് കണ്ടുപിടിച്ച് അത് സ്റ്റോപ്പ് ചെയ്തു, ആ പരിപാടി സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ ഇത് ഞങ്ങൾക്ക് പരാതി കൊടുത്തിട്ട് കൂടെ അത് സ്റ്റോപ്പ് ചെയ്യുന്നത്. ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഇവരിത് വീണ്ടും ആരും അറിയാതെ 2022 കൊണ്ടുവന്നു. അതിന്റെ അർത്ഥം ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെന്റിനെ മിസ്ഗൈഡ് ചെയ്യാനും വീണ്ടും അവിടെയുള്ള IAS IFS ലോബി കൃത്യമായ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. കാരണം അതിനിപ്പോ അവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ സ്കോളർഷിപ്പ് എന്നുള്ള പേര് മാറ്റിയിട്ട് ഫ്രീ ഷിപ്പ് എന്നാക്കി. പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ 6,000 സീറ്റ് ഫോറിനേഴ്സിന്. അപ്പൊ ഇപ്പൊ കോടതി പിടിക്കുവോ അഴിമതി ആരോപണം വരുവോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ, പണ്ട് ഈ KC നൂരാൻ രാജ പറഞ്ഞ ഒരു ന്യായമുണ്ട്, സീറോ ലോസ് തിയറി എന്ന് പറയും. രാജ 2G നൂരി അങ്ങനെയാണ്, സീറോ ലോസ് തിയറി. ഗവൺമെന്റിന്റെ ഖജനാവിൽ നിന്ന് പൈസ നഷ്ടം വന്നിട്ടില്ല. അപ്പം ഒരു ക്ലാസ്സിൽ 60 പേരിരിക്കുന്നു, അതിന്റെ കൂടെ ഒരു 10 ഫോറിനറും കൂടി ഇരുന്നാൽ ഗവൺമെന്റിന് എക്സ്ട്രാ ചെലവൊന്നും വരുന്നില്ല. മനസ്സിലായോ? അപ്പൊ IIT-യിലെ IIM-ലെയും AIMS-ലെ ഒക്കെ സീറ്റ് ഫോറിനിൽ കിടക്കുന്നവനെ ഇവിടെ കൊണ്ടുവന്ന് പഠിപ്പിക്കുന്ന സൂത്രമാണ്. യഥാർത്ഥത്തിൽ ഈ 10 സീറ്റ് ഇവിടുത്തെ ഇന്ത്യയിലെ പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള സന്മനസ് ഇല്ല. ഇത് ഏത് ഗവൺമെന്റ് വന്നാലും, ഇത് UPA വന്നാലും ഏത് ഗവൺമെന്റ് വന്നാലും ഈ നിയമങ്ങൾ ഉണ്ടാക്കുകയും ഇത് നടത്തുകയും ചെയ്യുന്ന IAS ലോബി വളരെ കൃത്യമായ രാജ്യവിരുദ്ധരാണ്. അവർക്ക് പൈസ കിട്ടിയാൽ അവരും അവരുടെ താഴെ ഇരിക്കുന്ന ഈ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് ഏത് സാധനവും എടുത്ത് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊടുക്കും, അതിന്റെ കൂടെ ക്വസ്റ്റ്യൻ പേപ്പറും എടുത്ത് കൊടുത്തു കാണും. അതുപോലെ സ്കോളർഷിപ്പുകൾ, ഇന്ത്യയിലെ സ്റ്റുഡൻസിന് സ്കോളർഷിപ്പ് കൊടുക്കുന്ന കാര്യം വരുമ്പോൾ ഏത് ഗവൺമെന്റ് ആണെങ്കിലും പണമില്ല, പൈസ ഇല്ല എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങും. അതേ സമയത്ത് ഇമേജ് കിട്ടാൻ വേണ്ടി ഫോറിനിലെ സ്റ്റുഡൻസിന് ഏതെങ്കിലും ഒരു രാജ്യം നമ്മുടെ പിള്ളേർക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ടോ? ഇല്ല. ആരെങ്കിലും നമ്മുടെ പിള്ളേരെ പുറത്തു കൊണ്ടുപോയി പഠിപ്പിക്കുമോ? നമ്മൾ തറവാട് വിറ്റ് പൈസ കൊടുത്താലേ ഒരു ഫോറിനിൽ ഒരു അഡ്മിഷൻ കിട്ടത്തുള്ളൂ. 50 ലക്ഷം 60 ലക്ഷം രൂപ കൊടുത്താലേ ഫോറിനിൽ ഒരു അഡ്മിഷൻ കിട്ടത്തുള്ളൂ. നമ്മുടെ പിള്ളേർക്ക് ഫോറിനിൽ ഏത് രാജ്യത്ത് പോകണമെന്നുണ്ടെങ്കിലും അവരുടെ കുട്ടി ഇൻസ്റ്റേറ്റ്, അമേരിക്കയിൽ അതിന് പറയുന്നത് ഇൻസ്റ്റേറ്റ് ഫീസും ഔട്ട്സൈഡർ ഫീസുമാണ്. ആ ഇൻസ്റ്റേറ്റ് ഫീസിന്റെ 10 ഇൻസ്റ്റേറ്റ് ഫീസ് എന്ന് പറയുന്നത് അവിടുത്തെ ലോക്കൽ കുട്ടി കൊടുക്കുന്നതിന്റെ 10 ടൈംസ് ആണ്. ഓസ്ട്രേലിയയിലും അങ്ങനെ തന്നെയാണ്, കാനഡയിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മുടെ ഈ രാജ്യത്ത് മാത്രം നമ്മുടെ കുട്ടി ഹെവി ഫീസ് കൊടുക്കുകയും ഫോറിനേഴ്സ് ഇവിടെ വന്ന് ഫ്രീ ആയിട്ട് പഠിച്ചേച്ച് പോവുകയും ചെയ്യുന്നു. ഇത് തടയാനുള്ള പൊളിറ്റിക്കൽ ബില്ലില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ആര് വന്നാലും ഈ മന്ത്രിമാർക്കൊക്കെ ഈ ഉദ്യോഗസ്ഥന്മാർ ഓരോ കടലാസും ഓരോ പ്രപ്പോസലും ഒക്കെ എടുത്തുകൊണ്ട് വരുമ്പം അത് കീറിക്കറഞ്ഞിട്ട് അവന്റെ മുഖത്ത് തുപ്പാനുള്ള ധൈര്യവും ഇല്ല. ഇതുപോലത്തെ കള്ള പ്രപ്പോസലുമായിട്ട് വരുന്ന ഉദ്യോഗസ്ഥനോട് ഗെറ്റ് ഔട്ട് അടിക്കാനുള്ള അറിവില്ല. അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇതിന്റെ അകത്ത് ആർജവുമില്ല, ഒന്നാമത്തെ അറിവില്ല. ഇത് എന്ത് കെണിയാണ് ഇവൻ കൊണ്ടിരുന്നത്. സാർ, ഈ കേസ് ഇപ്പൊ കോടതിയിൽ പോയ 2 പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ, ഒന്ന് വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ആണല്ലോ. രണ്ടാമത്തെ സ്ഥാപനം ഞാൻ മനസ്സിലാക്കുന്നത് മംഗലാപുരത്തെ ഏനപ്പോയ മെഡിക്കൽ കോളേജാണ്. ഇതിൽ ആദ്യത്തേത് ക്രിസ്ത്യൻ, സാറ് പറഞ്ഞ ഇവാഞ്ചലിക്കൽ എന്നൊക്കെ വിളിക്കാവുന്ന ക്രിസ്ത്യൻ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. മറ്റേത് മുസ്ലിം സ്ഥാപനമാണ്. ഈ 2 കൂട്ടരും ഈ ഇപ്പൊ സാറ് പറഞ്ഞ ഇതിന്റെ വളരെ ഭീകരമായ യാഥാർത്ഥ്യങ്ങൾ, ആളുകൾക്ക് അറിയാത്ത യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെയാണോ ലീഗൽ ഇപ്പോ ലിറ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇതിൻ്റെ അകത്തൊരു വലിയൊരു കാരണമുണ്ട്. അതായത് ഇപ്പോൾ ഒരാൾ ഡോക്ടർ ആണെങ്കിൽ, ഒരു കപ്പിൾസോ അല്ലെ ഒരു ഡോക്ടർ ആണെങ്കിലും തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ന്യായമായിട്ടും മകനെ അവിടെ റീപ്ലേസ് ചെയ്യണം, അദ്ദേഹത്തിന്റെ കാലശേഷം റീപ്ലേസ് ചെയ്യണമെന്ന് ഒരു ആഗ്രഹം വരും. ഒരു വക്കീലിനും ചിലപ്പോൾ അങ്ങനെ വരാം, രാഷ്ട്രീയക്കാർക്ക് അത് ഓൾറെഡി ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. അതൊരു ന്യായമായ ആഗ്രഹമാണ്. പക്ഷേ അതിനൊരു മെറിറ്റ് ഗവൺമെന്റ് നിശ്ചയിച്ചു കഴിഞ്ഞപ്പം ഈ കോളേജ് മാനേജർമാർക്ക്, അതായത് ഈ കോളേജിന്റെ ഓണേഴ്സ്, അത് ഏത് ഗ്രൂപ്പും ആയിക്കോട്ടെ, അവർക്ക് എന്റെ ഫാമിലി വേണം, എന്റെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വേണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായി. പക്ഷെ നീറ്റ് വന്നതോടുകൂടി എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ, അത് തമിഴ്നാട്ടിലെ ഒരു പ്രീമിയം ഫാമിലി, ഒരു ഡൈനാസ്റ്റി ഫാമിലി ഇന്ന് പലരും എഴുതിയിട്ട് ഇത് ക്വാളിഫൈ ആയില്ല. അതാണ് തമിഴ്നാട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകാൻ കാരണം. ഞാൻ ആ ഫാമിലിയുടെ പേരൊന്നും പറയുന്നില്ല. വിദ്യാഭ്യാസത്തിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു ഭരണകൂട ഫാമിലിയാണ്. അവരുടെ പിള്ളേരൊന്നും എഴുതിയിട്ട്, കൊച്ചുമക്കളൊന്നും എഴുതിയിട്ട് പാസ്സായില്ല, നിലം തൊട്ടില്ല. അതുടനെ തുടങ്ങി അവരിപ്പോ ഇന്ത്യയിൽ നീറ്റേ വേണ്ട. എന്റെ വീട്ടിലെ പിള്ളേർക്ക് ബുദ്ധിയില്ല.
നാട്ടുകാരുടെ പിള്ളേർക്ക് ബുദ്ധിയുണ്ട്. അവന്മാർ ഇത് അയലോക്കത്ത് കൂട്ട് പാവപ്പെട്ടവന്മാർ പഠിച്ച് ഡോക്ടർ ആകുന്നു. എന്റെ വീട്ടിലെ പിള്ളേർ പല പ്രാവശ്യം എഴുതിയിട്ടും കയറിയില്ല. ഇതാണ് അതിൻ്റെ അകത്ത് പറ്റിയത്. അവർക്ക് അത് മറച്ചു വെക്കാൻ വേണ്ടിയാണ് അവർ ഈ കോലാഹലം ഉണ്ടാക്കുന്നത്. എന്നിട്ട് അവർ മലേഷ്യയിൽ പോയി പഠിക്കാൻ ശ്രമിച്ചു, അത് നടന്നില്ല. അതൊരു വലിയ സ്റ്റോറിയാണ്, ഒരു ദിവസം പറഞ്ഞാൽ തീരത്തില്ല. പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് ബുദ്ധിയില്ലാത്തവരെ ആക്ഷേപിക്കരുതെന്നാണ്. അതുകൊണ്ട് നമ്മൾ ആ കേസ് നമ്മൾ വിട്ടു. പക്ഷേ ഇത് അതുകൊണ്ട് നീറ്റ് വേണ്ട എന്നുള്ള ഒരു തീരുമാനം അവരെടുക്കുന്നു. പക്ഷെ ഇതിനകത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ കേരളത്തില് SFIയുടെ അനേകം നേതാക്കന്മാര് KSRTCക്ക് കല്ലെറിഞ്ഞു വളർന്നു വന്ന MLA മന്ത്രി നേതാവുമായത് ഈ മെഡിക്കൽ അഡ്മിഷന്റെ പ്രശ്നം വെച്ചാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, SFIയും DYFIയും ഒക്കെ വളർന്നത്. അതിന് കൗണ്ടർ അടിച്ചുകൊണ്ടാണ് KSUവിന്റെ ഒക്കെ നേതാക്കന്മാർ ഇപ്പൊ MLA ആയിട്ടിരിക്കുന്നത്. വളരെ, അതായത് കഴിഞ്ഞ 30 വർഷത്തെ നിങ്ങൾ ടിവിയുടെ ഇന്റർവ്യൂ എടുത്തു കഴിഞ്ഞാല് നിങ്ങൾക്ക് സോഷ്യൽ ജസ്റ്റിസ് വേണം, സംവരണം വേണം, മെറിറ്റ് അടിസ്ഥാനത്തിൽ ഒരിടത്ത് 100 സീറ്റ് ഉണ്ടെങ്കിൽ 99 സീറ്റ് എടുത്തിട്ട് ഒരു സീറ്റ് പോലും മാനേജ്മെന്റിന് കൊടുക്കരുത്, 100ൽ 100 മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കണം എന്ന് പറയാത്ത ഒരു രാഷ്ട്രീയ നേതാവും കേരളത്തിലില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയില്ല, ഒരു മീഡിയ ഇല്ല. ഓർത്തോണം. പക്ഷേ കേരളത്തിലെ ഈ നാണം കെട്ട ചാനലുകളും അതിന്റെ ഓണർമാരും അതിന്റെ ആൾക്കാരും ഇപ്പം നീറ്റ് വേണ്ട, നീറ്റ് മാണ്ട, ഞങ്ങൾക്ക് +2 വെച്ച് ചെയ്താ മതി, മാണ്ട. അപ്പൊ നമുക്ക് ഈ ഇപ്പൊ കേരളത്തിലെ പൊതുജനത്തിന് അറിയാൻ താല്പര്യമുള്ള 2 കാര്യം. ഒന്ന്, ഈ തമിഴ്നാട്ടിൽ സ്റ്റാലിൻ സ്വീകരിച്ചിരിക്കുന്ന അതേ സമീപനം നീറ്റ് പരീക്ഷ കുറ്റമില്ലാത്ത രീതിയിൽ, കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കണം എന്ന് പറയുന്നതിന് പകരം എവിടെയെങ്കിലും ഫാൾട്ട് വന്നെങ്കിൽ അത് ബീഹാറിലായാലും ഇന്ത്യയിൽ എവിടെയായാലും അതില്ലാത്ത രീതിയിൽ നീറ്റ് പരീക്ഷ നടപ്പാക്കണം എന്ന് പറയുന്നതിന് പകരം ഇനി നീറ്റ് പരീക്ഷ തന്നെ വേണ്ട എന്ന് പറയുന്ന സ്റ്റാലിന്റെ നിലപാടിനോട് 2 കൂട്ടരുടെ സമീപനം, സാർ പറഞ്ഞ മീഡിയ സമീപനം നമ്മൾ കാണുന്നുണ്ട്. കേരള ഗവൺമെന്റിന് ആ സമീപനത്തോട് പിന്തുണക്കാൻ കഴിയുമോ? 2, കേരളത്തിലെ ഈ പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ഉടമകൾ എങ്ങനെയാണ് ഇതിനെ സമീപിക്കുന്നത്? അതൊന്ന് സാറ് ആ വിഷയത്തിൽ ഒന്ന് ഊന്നി പറഞ്ഞാൽ നന്നായിരിക്കും. അതായത് കേരളത്തില് 2 രസമാണ്. ഇപ്പൊ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസ് പാർട്ടിയുടെയും നേതാവ് പാലക്കാട് നിന്ന് കോയമ്പത്തൂർക്ക് യാത്ര ചെയ്യുന്നു എന്ന് വിചാരിക്കുക. കേരളത്തിൽ ഇരുന്നുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ മെറിറ്റ് വേണം, സാമൂഹ്യനീതി വേണമെന്നെല്ലാം പ്രസംഗിക്കും. വാളയാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു കഴിയുമ്പോൾ അവർ പറയും നീറ്റ് വേണ്ട, നീറ്റ് ഒരു കാരണവശാലും പറ്റത്തില്ല. കാരണം ഇവര് കാണാൻ പോകുന്നത് കോയമ്പത്തൂരിലെ DMK കാരനെ. അവിടെ ചെല്ലുമ്പോൾ അടി കിട്ടും. അപ്പൊ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ വാളയാർ വരെ നീറ്റ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല, കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് എങ്ങനെയാണ് അത് ഞങ്ങൾ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് മോഡിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല, സ്റ്റാലിനെ. വാളയാർ കഴിഞ്ഞു കഴിയുമ്പോൾ ഉടനെ തന്നെ ഇവര് മാറും, നീറ്റ് വേണ്ട. കാരണം ഇവരൊക്കെ അവിടുന്ന് സ്റ്റാലിൻ ദാനം കൊടുത്ത സീറ്റിൽ 10 കോൺഗ്രസ് എംപിയും 10 കോൺഗ്രസ് എംപിയും കനൽത്തരി 2 CPM-ഉം 2 CPI 2 ലീഗ് ഇത്രയും സാധനം തമിഴ്നാട്ടിൽ ജയിച്ചിരിക്കുന്നത് സ്റ്റാലിൻ ദാനം കൊടുത്ത സാധനമാണ്. അപ്പൊ കേരളത്തിലെ പൊളിറ്റിക്കൽ പാർട്ടികളെ മലയാളത്തിൽ ഏറ്റവും വ്യക്തമായിട്ട് കേരളത്തിലെ പൊളിറ്റിക്കൽ പാർട്ടിയെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നത് ഇലനക്കിപ്പട്ടിയുടെ ചിറുനക്കിപ്പട്ടി എന്നാണ്. ഒരു ഐഡിയോളജി ഇവന്മാർക്കില്ല, ഒരു പോസ്റ്റ് ഒന്നുമില്ല. അതായത് ഇവരുടെ ഒരു ഇഷ്യൂ സമരം ചെയ്യാനും പിള്ളേരെ റോഡിൽ ഇറക്കി KSRTCക്ക് കല്ലെറിയിക്കാനും ഉള്ള ഒരു ചാൻസ് നീറ്റ് വന്നതുകൊണ്ട് നഷ്ടപ്പെട്ടു. അതുപോലെ മീഡിയയ്ക്ക് അന്തിച്ചർച്ച നടത്താനുള്ള ഏഷ്യാനെറ്റ്, മാതൃഭൂമി, മനോരമ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അന്തിച്ചർച്ച നടത്താനുള്ള ഒരു സ്കോപ്പും നഷ്ടപ്പെട്ടു. അതാണ് ശരിക്കും സംഭവിച്ചത് നീറ്റ് വന്നതോടുകൂടി. അല്ല, അങ്ങനെ വരുമ്പോ കാര്യം കൂടി പ്രധാനപ്പെട്ട ഒരു കാര്യം, അങ്ങനെ വരുമ്പോൾ സാറ് പറഞ്ഞ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നഷ്ടപ്പെടും. ഒന്ന്, ഇന്ത്യയിൽ എവിടെയും മെറിറ്റിൽ പോകാനുള്ള ബുദ്ധിമാന്മാരായ കുട്ടികളുടെ അവസരം. 2, സംവരണം എന്ന നമ്മുടെ ഭരണഘടനാദത്തമായ ഒരു അവകാശം. 3, അടിസ്ഥാന വർഗത്തിൽ നിന്ന് പാവപ്പെട്ട കുട്ടികൾക്ക് മത്സരിച്ച് കയറി ഇന്ത്യയിൽ എവിടെയും പോയി പഠിക്കാനുള്ള അവകാശം. ഈ അടിസ്ഥാന രാഷ്ട്രീയത്തെ നിഷേധിച്ചുകൊണ്ട് എങ്ങനെയാണ് സ്റ്റാലിൻ ഇങ്ങനെ നിലപാടെടുക്കാൻ പറ്റുന്നത് എന്ന് കൗതുകം നൽകുന്നുണ്ട്. വല്ലാത്തൊരു കൗതുകമാണത്. മാത്രമല്ല, അതിനെ എങ്ങനെയാണ് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിന് പിന്തുണക്കാനാവുക? അല്ല, ഇതിന്റെ അകത്ത് ഒരു കാര്യം പറയാം. ഈ നീറ്റിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെയൊക്കെ ചെറുപ്പത്തില് ഈ മെഡിക്കൽ എറർ എന്നതിനെ പറ്റി കേട്ടിട്ടുണ്ടോ? മെഡിക്കൽ എറർ ഇല്ല. അപ്പൊ നമ്മള് ഒരു ഡോക്ടറുടെ അടുത്ത് ചെല്ലുന്നു, അദ്ദേഹം കറക്റ്റ് ആയിട്ട് മരുന്ന് എഴുതുന്നു, ഞങ്ങൾ സുഖം പ്രാപിക്കുന്നു. മെഡിക്കൽ എറർ എന്ന് പറയുന്ന കാര്യം അന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചവനാണ് അന്ന് ഡോക്ടറായിട്ട് ഇരിക്കുന്നത്. പക്ഷെ അതിനുശേഷം സ്വാശ്രയ കോളേജും ഈ എൻട്രൻസിലെ അട്ടിമറിയും വന്നതോടുകൂടി മെഡിക്കൽ എറർ കൂടി, ഡോക്ടർമാർ മണ്ടത്തരം കാണിക്കുന്ന ഒരു വലിയൊരു സംവിധാനം വന്നു. നീറ്റ് വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് സൗത്ത് ഇന്ത്യയിലെ ഒരു പ്രമുഖ ഹോസ്പിറ്റലിലെ പ്രൊഫസർ എന്നോട് പറഞ്ഞതാണ്,
സ്റ്റാൻലി, ഞാൻ 30 വർഷമായിട്ട് ടീച്ചിങ് ഫീൽഡ്, മെഡിക്കൽ ടീച്ചിങ് ഫീൽഡിലാണ് ചെറുപ്പം തുടങ്ങി. അതായത് അദ്ദേഹം ക്ലിനിക്കലിൽ അധികം ജോലി ചെയ്തിട്ടില്ല, ഇതിലാണ് അദ്ദേഹം റിട്ടയർ ചെയ്യുന്ന സ്റ്റേജ് എത്തി, അത്രയും സീനിയറാണ്. അദ്ദേഹം പറഞ്ഞതാണ്, ആദ്യമായിട്ടാണ് അദ്ദേഹം സ്വാശ്രയ കോളേജിലാണ് പഠിപ്പിക്കുന്നത്, ആദ്യമായിട്ടാണ് ഞാൻ വിവരമുള്ളവന്മാരെ പഠിപ്പിക്കുന്നത്. എന്റെ ജോലി നീറ്റ് വന്ന പിന്നെ 10-1 കുറഞ്ഞു. കാരണം ഈ നീറ്റ് പാസ്സായി വരുന്ന പിള്ളേരെന്ന് പറയുന്നത് സൂപ്പർ ഡോക്ടേഴ്സ് ആണ്. അവരെല്ലാം പഠിച്ചിട്ട് തന്നെയാണ് അവിടെ വന്നിരിക്കുന്നത്. അതായത് ഫോർ +2 എക്സാമും നീറ്റും ആയിട്ടുള്ള വ്യത്യാസം, +2 എക്സാം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡ്രൈവിംഗ് പഠിക്കുന്നതാണ്, നീറ്റ് എക്സാം എന്ന് പറയുന്നത് റേസിംഗ് ആണ്. ഡ്രൈവിംഗുമായിട്ടുള്ള വ്യത്യാസമാണ് +2ഉം നീറ്റ് എക്സാമുമായിട്ടുള്ളത്. ഇപ്പൊ നമ്മള് റേസിംഗ് പഠിക്കാതെ റേസിംഗ് റോഡിൽ കൂടെ കാണിച്ചാൽ എന്ത് പറ്റും? അപകടം ഉണ്ടാവും. അതുപോലെ ഈ നീറ്റിന് ഒരാൾ കോച്ചിങ് നടത്തി കഴിഞ്ഞു കഴിയുമ്പോൾ അവന്റെ എല്ലാ കഴിവുകളും അവൻ ഇത് ചെയ്യപ്പെടുകയാണ്, ഇംപ്രൂവൈസ് ചെയ്യാണ്, ആംപ്ലിഫൈ ചെയ്യപ്പെടുകയാണ്. അപ്പൊ ആ പഠിക്കാൻ ഈ നീറ്റ് പാസ്സായി ക്ലാസ്സിൽ വന്നിരിക്കുന്ന കുട്ടിയെ പ്രൊഫസർ കാര്യമായിട്ടൊന്നും പഠിക്കേണ്ടതില്ല, പ്രൊഫസർ പഠിപ്പിക്കാനുള്ളത് പഠിച്ചുകൊണ്ടാണ് അവൻ വരുന്നത്. ജസ്റ്റ് കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുത്താൽ മതി, അവൻ ഫാസ്റ്റ് ആയിട്ട് പിക്കപ്പ് ചെയ്യും. അത്രയും ക്വാളിറ്റി ഉള്ള ഒരു ഡോക്ടറെയാണ് നീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് 1 ലക്ഷം സീറ്റ് ഉണ്ടെന്ന് വിചാരിക്കണം. മെഡിക്കലിന് MBBSന് 1 ലക്ഷം സീറ്റുള്ള രാജ്യമാണ് ഇന്ത്യ. 1 ലക്ഷം സൂപ്പർ ഡോക്ടേഴ്സിനെയാണ് ഒരു വർഷം നീറ്റ് ഇറക്കി വിടുന്നത്. 2015 കയറിയവൻ ഈ 2021 ഇറങ്ങി, 5.5 വർഷം കഴിഞ്ഞ് 2021 ഇറങ്ങി. 3-4 ബാച്ച് നീറ്റിന്റെ പാസ്സായി. അത് കഴിഞ്ഞ് അവർ നീറ്റ് 2 എഴുതിയിട്ടാണ് PG എഴുതുന്നത്. എന്ന് വെച്ചാൽ ഈ നീറ്റ് പാസ്സായ ഒരു കുട്ടി മെഡിക്കൽ കോളേജിൽ പോയി ഉഴപ്പാൻ പറ്റത്തില്ല. കാരണം അവൻ ഒരു ട്രാക്കിലായി, അവൻ റേസിംഗിലായി. ഇനി അവന് റേസ് ചെയ്യാനേ പറ്റത്തുള്ളൂ. അവൻ കൃത്യമായിട്ട് MBBS എടുത്തിട്ട് MDക്ക് കൂടെ അവൻ പഠിക്കും, അല്ലെങ്കിൽ അവൻ ഹയർ സ്റ്റഡീസിന് പോകും. അവനൊരു ക്വാളിറ്റി ഡോക്ടറായി. ഇത് വിദേശ രാജ്യങ്ങളെയും ഇന്ത്യ നശിച്ചു കാരണമെന്ന് ആഗ്രഹിക്കുന്ന അസൂയ രാജ്യങ്ങളെയും ഇന്ത്യയിലെ ഒപ്പോസിഷനെയും ഈ ഇന്ത്യയിലെ എനിമീസിന്റെ കൂടെ, പാകിസ്ഥാന്റെ ചൈനയുടെ കൂടെ ഒക്കെ ചുറ്റിക്കളി വെച്ച് നടക്കുന്ന ഇന്ത്യയുടെ ഓപ്പോസിഷനെയും ഇത് വലിയ ബുദ്ധിമുട്ടിലാക്കി. അതുകൊണ്ട് ഈ നീറ്റിനെ തകർക്കണം, ഇല്ലാണ്ടാക്കണം എന്നുള്ളത് ഒരു ലോക്കൽ അജണ്ടയാണ്, ഒരു ഗ്ലോബൽ അജണ്ടയാണ്. ഈ 2 അജണ്ട ഇതിന്റെ പുറകിലുണ്ട്. പക്ഷേ അവര് ഇത് ഇപ്പൊ അതിർത്തിയിൽ ഇൻഫിൽട്രേഷൻ നടക്കുന്നു, ഞാനതിന് പറയാം. അതിർത്തിയിൽ ഇൻഫിൽട്രേഷൻ നടക്കുമെന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മൾ അതിർത്തിയിൽ ശക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ അതിർത്തിയിൽ എങ്ങനെയാണോ നമ്മൾ നമ്മുടെ സൈന്യം കാവൽ നിൽക്കുന്നത്, അതുപോലെ NDA ഇതിന് കാവൽ നിൽക്കേണ്ടതായിരുന്നു, ഗവൺമെന്റും കാവൽ നിൽക്കേണ്ടതായിരുന്നു. ഇതിന്റെ അട്ടിമറി വരും എന്നുള്ള ഇപ്പൊ നമ്മൾ വിമാനത്താവളത്തിന് നമ്മൾ കാവൽ കൊടുക്കുന്നുണ്ട്. കാരണം അതിന്റെ അകത്ത് എന്തെങ്കിലും ഇത് നടക്കാവുന്നുള്ള ഒരു ചാൻസ് ഉള്ളുണ്ട്. അതുപോലെ ഈ NDAക്കാരുടെ ഭാഗത്തുനിന്ന് വലിയ ലാബ്സ് ഉണ്ടായി. ഇവരുമായിട്ട് കൊളൂഡ് ചെയ്യാൻ പാടില്ലായിരുന്നു, സ്റ്റേറ്റ് ലെവലിലാണെങ്കിലും. പിന്നെ ഇപ്പൊ ഇതിന് നീറ്റിന് ഇനി വേറൊരു ആംഗിളും കൂടി ഉണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ അത് നീറ്റ് 20-25 സ്ഥലത്ത് പുറത്ത് നടത്തിയിട്ടുണ്ട്, ഓവർസീസിൽ നടത്തിയിട്ടുണ്ട്. അത് ഇന്ത്യയിൽ ലീക്ക് ആയിട്ടുണ്ട്, പുറത്തും അത് കിട്ടിയിട്ടുണ്ട്. അതുകൂടെ CBIയും NIAയും അന്വേഷിക്കണം. കാരണം ഇത് ബീഹാറിൽ മാത്രം ലീക്കായാൽ ബീഹാറിൽ മാത്രം ഇരിക്കത്തില്ല, ഇത് വേറെ 20 സ്ഥലത്ത് പുറത്ത്. ഇപ്രാവശ്യം പുറത്ത് എക്സാം സെന്ററിൽ എഴുതിയവർക്ക് പലരും, കേരളത്തിൽ നിന്നൊക്കെ പലരും പുറത്തെ സെന്ററിൽ പോയി എഴുതിയിട്ടുണ്ട്. അതുകൂടെ ഒന്ന് പരിശോധിക്കുന്നത് കൂടുതൽ നന്നായിരിക്കും, കുറെ പേരെ കൂടെ പിടിക്കാം. കാരണം ഇതിനു മുമ്പ് കേരള എൻട്രൻസുകൾ അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകൾ എൻട്രൻസുകൾ അട്ടിമറിച്ചുകൊണ്ടിരുന്നത് മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചാണ്. അവിടെ നിന്നും അട്ടിമറി നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ബീഹാറിലേത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത് പല സ്ഥലത്ത് ഇത് ലീക്ക് ആകാനുള്ള, ഒരിടത്ത് ലീക്ക് ആയിട്ടുണ്ടല്ലോ, ഇത് പല സ്ഥലത്ത് ലീക്ക് ആയിട്ടുണ്ട്. അവരെ കൂടെ ഇത് പിടിക്കണം. കാരണം ഇനി ഇത് ഈ നീറ്റ് എന്താണേലും നടത്തണം, വേറെ നോ അതർ ഓപ്ഷൻ. അതായത് കുട്ടികളെ സെലക്ട് ചെയ്യാൻ എൻട്രൻസ് അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. അത് IAS ആണേലും എഞ്ചിനീയറിംഗ് ആണെങ്കിലും വേറെ ഏതാണേലും നീറ്റ് വഴി അത് എൻട്രൻസ് വഴിയേ പറ്റത്തുള്ളൂ. ഇപ്പൊ നടന്നു കഴിഞ്ഞ നീറ്റ് സമ്പൂർണ്ണമായി റദ്ദാക്കിയിട്ട് എത്രയും വേഗം മറ്റൊരു പരീക്ഷ നടത്തുന്നതാണ് പരിഹാരം. അതേപറ്റി സുപ്രീം കോടതി ഇപ്പൊ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ കേസ് പരിഗണിക്കുകയാണ്. എന്നാൽ എന്റെ വ്യക്തിപരമായ അഭിപ്രായം, സുപ്രീം കോടതി എന്ത് തീരുമാനം എടുക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ ടീച്ചിങ് ഫീൽഡിൽ ഉണ്ടായിരുന്നയാളും അഡ്മിഷൻ ഫീൽഡിൽ ഉണ്ടായിരുന്നയാളും ഇതുമായിട്ട് അടുത്ത് പ്രവർത്തിക്കുന്ന ഒരു നിലയിൽ ഞാൻ പറയുന്നത് ഒരു റീടെസ്റ്റ് ആണ് ബെറ്റർ. ഒരു റീടെസ്റ്റ് ആണ് ബെറ്റർ. കാരണം അതിന്റെ ചെലവ് എത്രയാണെങ്കിലും ഗവൺമെന്റ് ആ പൈസ കൊടുത്ത് മാന്യമായിട്ട് റീടെസ്റ്റ് ചെയ്ത്, കാരണം ഇതിനൊരു വിശ്വാസ്യത വേണം ജനങ്ങൾക്കും കുട്ടികൾക്കും. അതിന്റെ അകത്ത് അസൗകര്യം വേറൊരു സ്ഥലമാണ്, അസൗകര്യവും ഡിലേ ഉണ്ട്, ഒരു 3 മാസത്തെ അസൗകര്യവും ഡിലേ ഉണ്ട്. എങ്കിൽ പോലും ഇത് കൃത്യമായിട്ട് നടത്താൻ ഗവൺമെന്റിന് പറ്റുമെന്നും ഇതിന്റെ അകത്ത് ക്വസ്റ്റ്യൻ പേപ്പർ ഞോണ്ടാനും ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനും ഒക്കെ വരുന്നവനെ കോളറിന് പിടിച്ച് പൊക്കാനുള്ള സംവിധാനം സൈന്യത്തെ ഉപയോഗിച്ചോ CBIയെ ഉപയോഗിച്ചോ ചെയ്ത് ഇത് കൃത്യമായിട്ട് നടത്തണം. എങ്കിൽ മാത്രമേ അതിനൊരു സമാധാനം, ഈ എഴുതിയ വിദ്യാർത്ഥിക്ക് ഒരു ദുഃഖം ഉണ്ടാകണ്ട. കാരണം പഠിക്കുന്ന പിള്ളേർ, അയ്യോ ഞാൻ അതിന് പെർഫോം ചെയ്തായിരുന്നു, ഇതിന് ചെയ്തില്ല, പേരൻസിന് ഒരു കൺഫ്യൂഷൻ വേണ്ട.
ഇതൊന്നും വേണ്ട. ഈ ഒരു കാര്യത്തില് ഒരു റീടെസ്റ്റ് ആണ് നല്ലതെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ടെസ്റ്റ് ന്യായമാണെന്നും പറയൂ. സാർ ഒരു കാര്യം കൂടി. അപ്പൊ തീർച്ചയായിട്ടും രാഷ്ട്രീയമായി സ്റ്റാലിന്റെ നിലപാടിനോട്, അങ്ങേയറ്റം ജനവിരുദ്ധമായ നിലപാടിനോട് കേരള ഗവൺമെന്റ് പിന്തുണക്കാൻ പാടില്ലാത്തതാണ് എന്ന് ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യം പറഞ്ഞുകൊണ്ട് ഒപ്പം ചേർത്ത് പറയേണ്ട, സാറിന്റെ അവസാനമായിട്ട് അവസാനിപ്പിക്കുമ്പോൾ സാറ് പറയേണ്ട ഒരു കാര്യം, കേരളത്തിലെ മെഡിക്കൽ കോളേജ് ഓണേഴ്സ്, അത് കത്തോലിക്ക സഭയായാലും MES പോലുള്ള സ്ഥാപനങ്ങളായാലും, അവരെങ്ങനെയാണ് ഈ പ്രശ്നത്തെ ഇപ്പോഴും സമീപിച്ചുകൊണ്ടിരിക്കുന്നത്? അവരാണല്ലോ ഇതിന്റെ വക്താക്കളായിട്ട് മാധ്യമങ്ങൾ വന്ന് സംസാരിക്കുന്നത്. പറയാം. അതായത് ഈ ഞാന് കത്തോലിക്ക സഭയിൽപ്പെട്ട ആളാണ്. ഞങ്ങളെ 1965 വരെ സത്യ ക്രിസ്ത്യാനി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. 1965 കേരള കോൺഗ്രസ് ഒക്കെ ഉണ്ടായതിനു ശേഷമാണ് കള്ള ക്രിസ്ത്യാനി എന്നുള്ള ഒരു പേര് കൂടെ കിട്ടിയത്. ഈ സ്വാശ്രയത്തിന്റെ അല്ല, അത് പറയാം, സത്യം പറയാം. അതായത് ഇവിടെ 1900 വർഷം ഞങ്ങളെ സത്യ ക്രിസ്ത്യാനി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഈ കേരള കോൺഗ്രസ് ഉണ്ടായ പിന്നെയാണ്, അത് രാഷ്ട്രീയമാണ്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ഈ കേരളത്തിൽ TV ഉണ്ടാകുന്ന വർഷം തുടങ്ങി, ഏകദേശം 1985 ആണെന്ന് തോന്നുന്നു TV ഇവിടെ 85 കഴിഞ്ഞാണ്. ഈ TVയും ഡിസ്കഷനും വരുന്ന ദിവസം തുടങ്ങി വൈകുന്നേരം ഒരു അന്തിച്ചർച്ചയുണ്ട്. അതിലൊരു KSU കാരൻ, ഒരു SFI കാരൻ, പിന്നെ കുറച്ച് പൊതുപ്രവർത്തകര്, ചാനലിന്റെ ആങ്കർ, പിന്നെ ഒരു പാവ അച്ഛൻ, അല്ലെ ഒരു ക്രിസ്ത്യാനിയെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരുത്ത്. ഇവര് ചെയ്തുകൊണ്ടിരുന്ന പരിപാടി, വിദ്യാഭ്യാസ രംഗം ഇവിടെ പള്ളിയെ പള്ളിക്കൂടമാക്കി വിദ്യാഭ്യാസ രംഗം ഇത്രയും കൊണ്ടുവന്ന് ക്രിസ്ത്യാനി പരമദുഷ്ടനാണെന്നും അവൻ സാമൂഹ്യനീതി കൊടുക്കുന്നില്ലെന്നും പറഞ്ഞ് ഈ ബാക്കി 5 പേരും കൂടെ ഈ അച്ഛന്റെ മുതുകെ തിരിക്കുക എന്നുള്ള പരിപാടിയാണ് 30 വർഷം നടന്നത്. അതിന് നേതൃത്വം നൽകിയത് ഏഷ്യാനെറ്റും അതിനുശേഷം വന്ന മനോരമയും മാതൃഭൂമിയും വന്ന ചാനലുകളെല്ലാം ഈ പണി തുടങ്ങി. കേരളത്തിലെ അഡ്മിഷൻ പ്രശ്നത്തെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കത്തോലിക്ക സഭയും ക്രിസ്ത്യാനികളുമാണെന്നുള്ള ഒരു വ്യാജ നറേഷൻ 30 വർഷം അടിച്ചങ്ങ് കയറ്റി. അതായത് ഇവര് മെറിറ്റിനെ അംഗീകരിക്കുന്നില്ല, സംവരണത്തെ അംഗീകരിക്കുന്നില്ല എന്നുള്ള വ്യാജ നറേഷൻ കൊടുത്തു. പക്ഷേ 2015 നീറ്റ് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? കത്തോലിക്ക സഭ, കേരളത്തിലെ കാത്തലിക് മാനേജ്മെന്റ് അതിനെ സ്വാഗതം ചെയ്തു. ഈ മെറിറ്റ് അടിസ്ഥാനത്തിലും സംവരണ അടിസ്ഥാനത്തിലും പിള്ളേര് കത്തോലിക്ക സഭയുടെ എഞ്ചിനീയറിംഗ് കോളേജിലും മെഡിക്കൽ കോളേജിലും എല്ലായിടത്തും പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ 30 വർഷം കത്തോലിക്ക സഭയെ തെറി പറഞ്ഞ അസ്ത്രം, SFI, KSU, കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, TV ചാനലുകള്, അന്തിച്ചർച്ചക്കാര്, അവർക്ക് ആർക്കും ഒന്നും മിണ്ടാനില്ല. അപ്പൊ ഇതിന്റെ അകത്ത് യഥാർത്ഥത്തിൽ ഒരു കർത്താവിനെ ക്രൂശിച്ച പോലെ കത്തോലിക്ക മാനേജ്മെന്റിനെ 30 വർഷം കേരളത്തിലെ മീഡിയകളും രാഷ്ട്രീയക്കാരും കൂടെ ക്രൂശിക്കുകയായിരുന്നു. അവർക്ക് കത്തോലിക്ക സ്ഥാപനങ്ങൾ ഇപ്പോഴും നീറ്റ് അടിസ്ഥാനത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതിൻ്റെ അകത്ത് ഒരു കത്തോലിക്ക മാനേജ്മെന്റിനും എതിർപ്പില്ല. നീറ്റ് അടിസ്ഥാനത്തിലും സംവരണ അടിസ്ഥാനത്തിലും തന്നെയാണ് ആ സ്ഥാപനങ്ങൾ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ രാജ്യത്തിന്റെ നിയമം അനുസരിച്ചല്ലായിരുന്നുവെങ്കിൽ ഇവിടെയുള്ള മീഡിയക്കാരും രാഷ്ട്രീയക്കാരും ചുമ്മാ ഇരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? എല്ലാം പൊക്കിക്കൊണ്ട് വന്നേനെ, തുള്ളിക്കളിച്ചേനെ. ചാനലുകളൊക്കെ വൈകുന്നേരം അന്തിച്ചർച്ച വെച്ച് ഭയങ്കരമായിട്ട് അർമാദിച്ചേനെ. അപ്പൊ കൃത്യമായിട്ട് നിയമം അനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത്. അത്രയേ ഉള്ളൂ. തീർച്ചയായിട്ടും സാർ. അപ്പോ കോടതി വിധി വരുന്നതിന് മുമ്പ് നീറ്റ് പരീക്ഷയുടെ പിന്നാമ്പുറങ്ങളെ കുറിച്ച് പറയാവുന്ന രാഷ്ട്രീയവും സാമൂഹികവുമായ പ്രശ്നങ്ങൾ സാർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. തീർച്ചയായിട്ടും അത് ജനങ്ങളെ ഒരു ഉത്ബോധിപ്പിക്കുന്ന, ഈ വിഷയത്തെക്കുറിച്ച് നല്ല ബോധം നൽകുന്ന ഇൻഫർമേറ്റീവായ ചർച്ചയായിരുന്നു. തീർച്ചയായിട്ടും ഈ കോടതി വിധിക്ക് ശേഷം ഇനിയും സാറുമായുള്ള ഈ വിഷയത്തിലുള്ള ചർച്ച തുടരണം എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. സാറിന് അവസാനമായി ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന വലിയ ആകാംക്ഷയോടെ നീറ്റിന്റെ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടുന്ന രക്ഷിതാക്കളോട് എന്താണ് പറയാനുള്ളത്? അതുകൂടി പറഞ്ഞ് നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കും. രക്ഷിതാക്കളുടെ വേവലാതി നമ്മൾ സംസാരിച്ച് പറ്റത്തില്ല. അവരുടെ വിഷമവും പിള്ളേരുടെ വിഷമവും മനസ്സിലാക്കുന്നു. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ച സാഹചര്യത്തിൽ ഒരു റീടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതായിരിക്കും ഈ കോടതി അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തുകയാണല്ലോ. അതല്ല, കോടതി പറയുകയാണ് ഇതിൻ്റെ അകത്തെ അഴിമതി നടത്തിയവരെ എലിമിനേറ്റ് ചെയ്തിട്ട് പ്രസന്റ് ലിസ്റ്റിൽ നിന്ന് പ്രൊസീഡ് ചെയ്യാൻ. ഇന്നത്തെ കോടതിയുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്. നാളെ ഇപ്പം പുതിയ തെളിവുകളൊക്കെ വരുമ്പോൾ എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. കോടതി എന്ത് പറയുന്നോ അതിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. പക്ഷെ അതേ സമയത്ത് പിള്ളേര് ട്രാക്കിൽ നിന്ന് പോകാണ്ടിരിക്കാൻ സൂത്രത്തിൽ പഠിപ്പ് പുസ്തകമൊന്നും എടുത്ത് കളയണ്ട, ജയിച്ചു എന്ന് വിചാരിച്ച് അത് പയ്യെ പഠിച്ചുകൊണ്ടിരിക്കുക. കോടതിയുടെ ഒരു ഫൈനൽ വിധി വരുന്നിടം വരെ പിള്ളേര് ട്രാക്കിൽ നിർത്തുക എന്നുള്ളതാണ് ഞാൻ പിള്ളേരോടും ഈ സബ്ജക്റ്റിന്റെ ടച്ച് വിട്ടു പോകാണ്ടിരിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുക. കാരണം പഠിക്കുന്ന ഒരിക്കലും നിങ്ങൾക്ക് ഒരു ദോഷമാകത്തില്ല. അപ്പൊ ഒന്നുകൂടെ ഒന്ന് റീ ചെയ്തോണ്ടിരിക്കുക എന്നുള്ളതാണ് ഒരു അധ്യാപക രംഗത്ത് നിന്നുള്ള എന്റെ ഒരു അഭിപ്രായം. അതാണ് സാറിന്റെ ഒരു ഇന്ത്യൻ പബ്ലിക്കിന്റെ ഒരു ഒപ്പീനിയൻ എന്ന നിലയിൽ സാറിന്റെ ഈ നിലപാട് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേസമയത്ത് ഒറ്റ കാര്യം കൂടി ഞാൻ ചോദിച്ചോളട്ടെ. ഈ ക്രിസ്ത്യൻ വെല്ലൂർ മെഡിക്കൽ കോളേജും ഏനംപോയ മെഡിക്കൽ കോളേജ്, അവരെന്താണ് അവരുടെ ഡിമാൻഡ്? ആക്ച്വലി കോടതിയിൽ ഈ വിഷയത്തിൽ എന്താണ് അവർ ആവശ്യപ്പെടുന്നത്?
അവര് മെയിനായിട്ടും ഈ മൈനോറിറ്റി എന്നുള്ള വാദത്തിലൂന്നിയാണ്. അതായത് ഞങ്ങളുടെ കോളേജിൽ ഞങ്ങളുടെ ആൾക്കാർക്ക് പഠിപ്പിക്കണം, ഞങ്ങൾ പൈസ മുടക്കി, അതുകൊണ്ട് ഞങ്ങൾ പഠിപ്പിക്കണം എന്നുള്ള ആ രീതിയിലുള്ള കുറെ ആർഗ്യുമെന്റുകളായിരുന്നു വെച്ചത്. പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് അവർക്ക് സപ്പോർട്ട് കിട്ടിയത് അവരുടേതായിട്ടുള്ള ലാംഗ്വേജ്, അവരുടേതായിട്ടുള്ള വേറെ ചില പ്രശ്നങ്ങളൊക്കെ അവർ പറഞ്ഞു. കോടതി ഒരു കോളേജിനെ എടുത്ത് ബംഗാൾ ഉൾക്കടലിലോട്ട് വിട്ടു, ഒരുത്തിനെ എടുത്ത് അറബിക്കടലിലോട്ട് വിട്ടു. അതോടെ ആ പ്രശ്നം 2018 കൂടി തീർന്നു. കാരണം ദേശീയ മുഖ്യധാരയിൽ നിൽക്കാൻ പറ്റാതെ, രാജ്യത്തെ നിയമം അനുസരിക്കാതെ കോളേജ് നടത്തണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് സുപ്രീം കോടതിയുടെ ഫൈനൽ വേർഡിക്റ്റ് വന്നു. അതോടുകൂടി രണ്ടുപേരും പത്തിമടക്കി മെറിറ്റ് അടിസ്ഥാനത്തിലേക്കൊക്കെ കാര്യങ്ങൾ, ഗവൺമെന്റിന്റെ അലോട്ട്മെന്റിൽ വരുന്ന കുട്ടികളെ അതിന്റെ ഇടയ്ക്ക് ഫെഡറൽ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് ചില ഗവൺമെന്റ് കൊടുത്തു. ഇന്ത്യയിൽ ഫെഡറൽ ഒന്നുമില്ല, യൂണിയൻ ഓഫ് ഇന്ത്യയെ ഉള്ളൂ. അതുകൊണ്ട് ഇത് കൺകറന്റ് ലിസ്റ്റിലാണോ, സ്റ്റേറ്റിന് അധികാരമുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കുറെ എന്താണ് ഫ്രിവിലസ് ആയിട്ടുള്ള കുറെ ആർഗ്യുമെന്റ് കൊടുത്തു. സുപ്രീം കോടതി അതൊന്നും കേട്ടില്ല. സുപ്രീം കോടതി പറഞ്ഞു നീറ്റ് അനുസരിച്ച് മെറിറ്റ് അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നടത്തിക്കോളാൻ പറഞ്ഞു. ദൈവാനുഗ്രഹത്താൽ പിന്നീട് അവർ വലിയ അലമ്പിനൊന്നും പോയില്ല. ഇപ്പൊ ഈ സ്റ്റാലിൻ പ്രകടന പത്രികയിൽ ഇടയ്ക്കിടയ്ക്ക് ഇത് ഈ സുപ്രീം കോടതി വിധി നിലനിൽക്കുമ്പോൾ തന്നെ നീറ്റിൽ നിന്ന് വരും എന്ന് അവർ പ്രഖ്യാപിക്കുന്നുണ്ട്. അത് കേട്ടുകൊണ്ട് ഇതിന്റെ ഏറ്റവും വലിയ രസം, ഈ നീറ്റിന്റെ സമരത്തിന് ഇറങ്ങുന്ന പിള്ളേരോട് പലരോടും നമ്മൾ മീഡിയക്കാരൊക്കെ ചെന്ന് ചോദിക്കുമ്പോൾ കൊമേഴ്സ് പഠിക്കുന്നവരും ആർട്സ് പഠിക്കുന്നവരും ഒക്കെയാണ് നീറ്റ് നിരോധിക്കണമെന്ന് പറഞ്ഞ് സമരത്തിന് ഇറങ്ങുന്നത്. അപ്പൊ തന്നെ അത് അറിയാമല്ലോ, ബയോളജി പഠിച്ചോണ്ടല്ല ഈ നീറ്റ്. ബയോളജി പഠിച്ചവൻ ഒരുത്തനും സമരത്തിന് ഇറങ്ങത്തില്ല. കാരണം അവനറിയാം ഇത് ജീവൻ കൈകാര്യം ചെയ്യുന്നതാണ്, ഞാൻ പഠിച്ച് മെറിറ്റ് അടിസ്ഥാനത്തിൽ ഡോക്ടർ ആയാലേ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് ബയോളജി പഠിക്കുന്നവൻ അറിയാം. നിങ്ങൾ നീറ്റ് സമരത്തിലുള്ള ആൾക്കാരുടെ പിള്ളേരുടെ അടുത്ത് പോയിട്ട് അമ്മാരെ മാറി വിളിച്ചൊരു ചായയൊക്കെ മേടിച്ചു കൊടുത്തിട്ട് മോൻ എന്തിനാ പഠിക്കുന്നത് ചോദിച്ചു. ഞാൻ കൊമേഴ്സ്. നീ എന്തിനാടാ? ഞാൻ ആർട്സ്. മറ്റോ നീയോ? ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ്. നീ എന്തിനാടാ ഇവിടെ വന്നത്? അത് സാറേ 500 രൂപയും ബിരിയാണിയും കിട്ടും. അവിടെ ഇതാണ് KSUവിന്റെ SFIയുടെ സമരം. അന്നും ഇന്നും ഇത് തന്നെയാണ് വിദ്യാർത്ഥി സംഘടനകളുടെ സമരം എന്ന് പറയുന്നത്. ബയോളജി പഠിച്ച ഒരുത്തൻ സമരത്തിന് ഇറങ്ങുന്നില്ല. നമ്പർ 1, സമരത്തിന് ഇറങ്ങിയ ഒരുത്തനും 500 വർഷം ജീവിച്ചാലും നീറ്റ് പാസ്സാകത്തുമില്ല. കാരണം അതിന്റെ മോട്ടിവേഷനും അതിന്റെ നോളജും വേറെ ലെവലാ. സമരത്തിന് ഇറങ്ങുന്ന ഒരുത്തനും ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്താൽ പോലും അവൻ നീറ്റ് പാസ്സാകത്തില്ല. അതുകൊണ്ട് ഈ സമരത്തിന് ഇറങ്ങി ഇപ്പൊ രാഹുൽ ഗാന്ധിയൊക്കെ ഒത്തിരി പിള്ളേരെ റോഡിൽ ഇറക്കി വിട്ട് എന്തൊക്കെയോ അഭ്യാസം കാണിക്കുന്നുണ്ട്. നാട്ടുകാർ ഒരു കാര്യം മനസ്സിലാക്കുക, സമരത്തിന് ഇറങ്ങുന്നവനുള്ളതല്ല നീറ്റ്. അതാദ്യം നാട്ടുകാർ മനസ്സിലാക്കുക. കൃത്യമായിട്ട് സുപ്രീം കോടതിയും കേന്ദ്ര ഗവൺമെന്റും ഇടപെട്ടിട്ടുണ്ട്. കുറ്റക്കാർ ശിക്ഷിക്കപ്പെടും. അടുത്ത ഇത് ചെയ്തതിന് ഒരു രീതിയിൽ ന്യായീകരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇതിൻ്റെ അകത്ത് പറയുന്നത്, ഇപ്പൊ ഇതിനകത്ത് ഏത് പാർട്ടിക്കാരനാണേലും മാക്സിമം പണിഷ്മെന്റ് കൊടുക്കുക. കാശ് വാങ്ങിച്ച ഉദ്യോഗസ്ഥനോ അല്ലെ ഇതിന് പുറകെ പ്രവർത്തിച്ചവരെയും. കാരണം ഇതിൻ്റെ അകത്ത് ഒരു കാര്യം കൂടെ ഉണ്ട്. ഒരു 2021 എലക്ഷൻ നടക്കുകയാണ് കേരളത്തിലും തമിഴ്നാട്ടിലും ബംഗാളിലും ഒക്കെ. 2021 ഒരു വ്യാജ വാഗ്ദാനം, ഇപ്പൊ കടാകട്ട് കൊടുത്ത പോലെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ വരുമെന്ന് കടാകട്ട് വാഗ്ദാനം കൊടുത്ത പോലെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ കക്ഷികൾ വാഗ്ദാനം കൊടുത്തു. നീറ്റില്ല, നിങ്ങൾ ഇഷ്ടം പോലെ പിള്ളേരെ എടുത്തോളാൻ പറഞ്ഞു. 2021 തമിഴ്നാട്ടിലെ മാനേജ്മെന്റുകൾ ഈ നീറ്റ് ഇല്ലാത്തവരെ അഡ്മിഷൻ നടത്തി. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് എന്ത് ചെയ്തു? നീറ്റ് 2021 ഇവരുടെ ഗവൺമെന്റിന്റെ വാദങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് നീറ്റ് നടപ്പിലാക്കി. മാനേജ്മെന്റ് പൈസ തിരിച്ചു കൊടുത്തില്ല. അപ്പൊ അത് ഇപ്പോഴും പലയിടത്തും ഡിസ്പ്യൂട്ടുകൾ നടക്കുന്നുണ്ട്. ഈ 2021 മാനേജ്മെന്റിന് കൊടുത്ത പൈസ കിട്ടാതെ ഏജന്റുമാർ ബുദ്ധിമുട്ടിയതും പിള്ളേർ ബുദ്ധിമുട്ടിയതും പേരന്റ് ബുദ്ധിമുട്ടിയതും കൊണ്ട് നീറ്റ് പാസ്സാകാത്തവര് അങ്ങനെ വ്യാജ അഡ്മിഷൻ നടന്നിരുന്നു. ഇപ്രാവശ്യവും പല കോളേജുകളും ഇന്ത്യ അലയൻസ് അധികാരത്തിൽ വന്നാൽ നീറ്റ് സ്ക്രാപ്പ് ചെയ്യുമെന്നും പറഞ്ഞ് വ്യാജമായിട്ട് അഡ്മിഷൻ എടുത്തോന്മാരുണ്ട്. അവരുടെ കയ്യ് ഇതിന്റെ പുറകിൽ, ഈ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കിന് അതിന്റെ പുറകിൽ ഉണ്ടോ എന്നുള്ളത് NIAയും CBIയും ഒക്കെ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇന്ത്യ അലയൻസ് 1 ലക്ഷം രൂപ ശമ്പളം കൊടുക്കാവുന്ന നാട്ടുകാരെ പറഞ്ഞു പറ്റിച്ച പോലെ നീറ്റ് ഇല്ലാതെ അഡ്മിഷൻ നടത്തിക്കാം എന്ന് പറഞ്ഞ് മാനേജ്മെന്റിനെയും പറ്റിച്ചിട്ടുണ്ട്, ഫണ്ട് വാങ്ങിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ഫണ്ട് കൊടുത്ത മാനേജ്മെന്റുകൾ ആരൊക്കെയാണ് ഈ നീറ്റ് സ്ക്രാപ്പ് ചെയ്യും. കാരണം ഒരു അലിഗേഷൻ ഉണ്ടാക്കി ഈ നീറ്റ് വാലിഡ് അല്ലെന്ന് പറഞ്ഞാലേ അത് സ്ക്രാപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പിള്ളേർ കേസ് കൊടുക്കും. അപ്പോ ഈ UPAയുടെ ഒരു വാഗ്ദാനം, അല്ലെ ഇന്ത്യ അലയൻസിന്റെ ഒരു വാഗ്ദാനം നിലവിലുണ്ട്. കഴിഞ്ഞ ജനുവരി തുടങ്ങി നീറ്റ് സ്ക്രാപ്പ് ചെയ്യുന്നു. അപ്പോ അത് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അക്രമമാണോ ഇത് നടന്നെന്നുള്ളതും CBIയും ഒന്ന് അന്വേഷിക്കേണ്ടതാണ്. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ഒരു 3-4 UPA നേതാക്കന്മാർ ഇതിൽ അകത്ത് പോകാൻ ചാൻസും ഉണ്ട്. സാറേ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞു വന്നത് ഈ നീറ്റ് വിഷയത്തെക്കുറിച്ച് സുപ്രീം കോടതിയിൽ നടക്കുന്ന വിധി കാത്തിരിക്കുന്ന ഒരു കേസിന്റെ സാമൂഹ്യവും വിദ്യാഭ്യാസപരവും ആരോഗ്യപരവുമായ ആശങ്കകളെ കുറിച്ചാണ്. അതിന്റെ പേരിൽ നടക്കുന്ന രാഷ്ട്രീയമായ ചാഞ്ചാട്ടങ്ങൾ, സമരത്തിന്റെ ആഭാസങ്ങൾ ഒക്കെ വളരെ കൗതുകം നിറഞ്ഞ ഒരു വർത്തമാനമായിരുന്നു. അങ്ങേയറ്റം ഇൻഫർമേറ്റീവ് ആയിരുന്നു. കേട്ടിരിക്കുന്നവർക്ക് വളരെ രസകരമായി കേട്ടിരിക്കാൻ പറ്റിയ ആസ്വാദ്യകരമായ വർത്തമാനങ്ങളായിരുന്നു സാറിൻ്റെത്. അതുകൊണ്ട് ഈ വൈകുന്നേരം ABC യോട് ഒപ്പം ഈ വിഷയത്തെക്കുറിച്ചുള്ള, ഇന്ന്
ഇന്ത്യയെ തന്നെ വലിയ തോതിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു സുപ്രധാന വിഷയത്തെക്കുറിച്ചുള്ള, ഇന്ത്യയുടെ ആരോഗ്യ ഭാവിയിൽ വലിയ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു വിഷയത്തെക്കുറിച്ചുള്ള സാറിന്റെ വിസ്തരിച്ച വർത്തമാനങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സാറിന് ഒരു വാക്കുകൂടി ചേർത്ത് പറഞ്ഞ് ഇത് അവസാനിപ്പിക്കാം. ഇത് നമ്മള് കുട്ടികളുടെ ഭാവി നന്നാകണമെന്ന് പ്രാർത്ഥിക്കുന്നു, പേരൻസിന് ആശ്വാസം വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതേസമയത്ത് ഈ MBBS മാഫിയയുടെ പുറകിലും അതിന്റെ പുറകിലും ഒരു മാഫിയുണ്ട്, ഫാർമസി മാഫിയയും അവയവ മാഫിയയും. പഠിക്കാത്തവൻ ഡോക്ടർ ആയാലേ ഇതുകൂടെ നടക്കത്തുള്ളൂ. ഇപ്പൊ പഠിച്ചോൻ ഡോക്ടർ ആയി കഴിഞ്ഞാൽ ചിലപ്പം ഈ അക്രമത്തിനൊന്നും അവൻ നിന്നു കൊടുത്തെന്ന് വരത്തില്ല, ഫാർമസി മാഫിയയുടെയും അവയവ മാഫിയയുടെയും കൂടെ. അപ്പൊ അതുകൊണ്ട് ഒത്തിരി ആൾക്കാർക്ക് വിവരമില്ലാത്തവൻ ഡോക്ടർ ആകണം, നീറ്റ് പാസ്സാകാത്തവൻ ഡോക്ടർ ആകണമെന്ന് നിർബന്ധമുണ്ട്. ഗവൺമെന്റ് അതിന് വഴങ്ങാൻ പാടില്ല. നീറ്റ് പാസ്സാകുന്നവൻ മാത്രം ഡോക്ടർ ആയാൽ മതി എന്നുള്ള ശക്തമായ നിലപാട് ഗവൺമെന്റ് അത് സ്വീകരിക്കുകയും നീറ്റിനെതിരെ പ്രവർത്തിക്കുന്നവരെ നിർദാക്ഷിണ്യം സൈന്യത്തെ ഉപയോഗിച്ച് അടിച്ചമർത്തുകയും ചെയ്യുക എന്നുള്ളതേ ഗവൺമെന്റിന് ഇതിൻ്റെ അകത്തുള്ളൂ. ഇല്ലെങ്കിൽ പണ്ട് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാർഗ് തിരുത്തി ഡോക്ടറായ കേസുണ്ട്. 2+2 = 422 എന്നും പറഞ്ഞ് പ്രവേശനം നേടിയ ആൾക്കാരുണ്ട്. ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരും. അവിടുന്നാണ് ഈ എൻട്രൻസ് തുടങ്ങുന്നത്, 2+2 = 422. അപ്പൊ അതുകൊണ്ട് അതിലേക്ക് പ്രശ്നം വരാതെ ഇത് നീറ്റ് അടിസ്ഥാനത്തിൽ തന്നെ കൃത്യമായി നീറ്റിൽ കൂടെ തന്നെ ഗവൺമെന്റ് ഇത് ചെയ്യും. നീറ്റിനെതിരെ പ്രവർത്തിക്കുന്നവനെ നിർദാക്ഷിണ്യം അടിച്ചമർത്തുക എന്നുള്ളത് ഗവൺമെന്റിന്റെ മുമ്പിൽ ഒരു ഓപ്ഷൻ ഉള്ളൂ. ഒരു കാരണവശാലും അവരെ മുന്നോട്ട് വിടാൻ ഇതില്ല. അതേസമയത്ത് നീറ്റ് കൃത്യമായിട്ട് നടത്തുകയും ചെയ്യണം. അതിട്ട് അർഹതയുള്ളവർക്ക് ഇത് പ്രവേശനവും കൊടുക്കണം. ഇതാണ് ഗവൺമെന്റിനുള്ള വഴി. ഗവൺമെന്റ് ചെയ്യുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. വിട്ടുവീഴ്ചയില്ലാത്ത സാറ് ഈ വ്യക്തമാക്കിയ നിലപാടിന്റെ കൂടെ തന്നെ ഗവൺമെന്റിനോടൊപ്പം സാമൂഹ്യ മനസാക്ഷിയും ജനകീയ മനസാക്ഷിയും ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെ നമുക്ക് ഈ ചർച്ച തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം. കോടതി വിധിക്ക് ശേഷം വീണ്ടും ഞാൻ സാറിനോട് ഈ വിഷയത്തിൽ ചർച്ച തുടരും. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.